ഹലോ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും മറ്റുള്ളവരുടെ ഒരു സാധനങ്ങളും, അതായത് ജീവിതമായിക്കോട്ടെ, അവരുടെ സ്വത്തായിക്കോട്ടെ, അവരുടെ ലൈഫ് പാർട്ട്ണർ ആകാൻ അതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നമ്മളൊന്നും തട്ടിയെടുക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണേ. നമ്മൾക്ക് അവർ ദാനമായിട്ട് തരുവാണെങ്കിൽ നമ്മളത് സ്വീകരിക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ അവർ സന്തോഷത്തോടെ തരുന്ന ഒരു നാരങ്ങ മിഠായി ആണെങ്കിൽ പോലും അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ലാതെ ഒരാളുടെ ലൈഫിലേക്ക് ഇപ്പം ഒരാളെ ഒരു ബോയ് ഫ്രണ്ടിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അയാളുടെ ലൈഫിലേക്ക് എനിക്കൊന്ന് ഇടിച്ച് കയറണം, അയാളുടെ ലൈഫിലേക്ക്, അയാളുടെ ഭാര്യ പദവിയിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ടായിട്ട്, അല്ല കാമുകിയായിട്ട് എനിക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ള കള്ളത്തരങ്ങൾ മുഴുവനും പറഞ്ഞ് അയാളെ ഇങ്ങനെ പിടിച്ച് അയാളുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറി അയാളെ സ്വീകരിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവളെ സ്വീകരിച്ചു എന്നിരിക്കട്ടെ, അത് ശാശ്വതമാവോ? ഒരിക്കലുമില്ല. എന്നതുപോലെ നമ്മളുടെ ഇന്ത്യയിൽ ഭരിക്കുന്ന ഭരണാധികാരി, പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും കള്ളത്തരങ്ങൾ ഒരു നാൾ പൊളിയും. എന്ത് കള്ളത്തരം കാണിച്ച് നമ്മൾ നേടാൻ ശ്രമിക്കുന്നത് എന്തോ അത് ഒരു നാൾ പൊളിയും. 10 പ്രാവശ്യം നമ്മൾ കക്കും, 11ാമത്തെ പ്രാവശ്യം നമ്മൾ പിടിക്കപ്പെടും. അതാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഞാനൊരു കഥ പറയാം. എൻ്റെ സ്വന്തത്തിൽ എൻ്റെ ഒരു പരിചയത്തിൽ ഒരു അമ്മാവനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വീടിൻ്റെ സ്വത്തും മുതലും, അവർ 8-10 മക്കളുണ്ട്, എല്ലാ മുതലുകളും കൂടി ഈ ഇളയ മകൻ എല്ലാം എടുത്തു. എല്ലാവരെയും തട്ടിച്ചു, വഞ്ചിച്ചും ചതിച്ചും എല്ലാം കരസ്ഥമാക്കി. എന്നിട്ട് അവർക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഈ ലോകത്ത് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മളെ തിരിച്ചടിക്കും. ഒരാളുടെ മുതൽ നമ്മൾ അപഹരിക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ അത് അന്യായമായി കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചടിയായിട്ട് എന്നാലും തിരിച്ചു കിട്ടും. അതുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളാണ്, എൻ്റെ ചെറിയ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് എനിക്ക് ഒരു മറുപടി തരണം കമൻറ്റിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ആരുടെയും ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. എനിക്ക് ഇപ്പോൾ ഒരാൾ ഒരു 10 രൂപയുടെ ഒരു ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഒരു രൂപയുടെ നാരങ്ങ മിഠായി വാങ്ങിച്ചു തന്നാൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. അല്ലാതെ നമ്മൾ ഒരാളുടെയും ചെന്ന് മോഹിച്ച് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കരുത്. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത് ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഭരണത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടും കളവ് കാണിക്കുന്ന ആൾക്കാരെ കളവ് കാണിക്കുക, അപഹരിക്കുക, മോഷ്ടിക്കുക, ഇത് എല്ലാവരെയും ചീറ്റ് ചെയ്യുക, എന്നിട്ട് എന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊന്നും ചെയ്യാതിരിക്കുക. ആരുടെയും ഒരു ഭൂമിയോ സമ്പത്തോ മുതലോ ഒന്നും തട്ടിയെടുക്കാതിരിക്കുക. ഓരോരുത്തരും സ്ഥലവും വീടും ഒക്കെ ഉള്ളവരൊക്കെ, ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉള്ളവരെല്ലാവരെയും വഞ്ചിച്ചും ചതിച്ചും എൻ്റേതാക്കണം, എനിക്ക് വേണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഓരോരുത്തരുണ്ട്. ഇത് എൻ്റെ മുതലാണ്, എൻ്റെ വീടാണ്, എൻ്റെ സ്വത്താണ് എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ടോ അവർക്ക് അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട്. അവിടെ അവർക്ക് സമാധാനമില്ല. എല്ലാവരെയും ആട്ടിപ്പായിച്ച് പുറത്താക്കിയ ശേഷം എനിക്ക് എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ മുതലെന്നും പറഞ്ഞ് കൈകടത്തി ജീവിക്കുന്ന അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലും റിലേഷനിലും നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ഒരു അമ്മാവൻ്റെ കഥ, ഈ അമ്മാവനെ സംഭവിച്ചതാണ്. സ്വസ്ഥതയോടെ അയാൾക്ക് മരിക്കാൻ സാധിച്ചില്ല. സ്വന്തം കൂടപ്പറപ്പുകളെ തല്ലിയിറക്കി അവരെ പെരുവഴിയിലാക്കി. എന്നിട്ട് അയാൾ അത് അടക്കി പിടിച്ച്, അയാളുടെ സ്വത്ത് മുതൽ അടക്കി പിടിച്ച്, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ അത് എന്നും പറഞ്ഞു. എന്നിട്ട് അയാൾക്ക് സ്വസ്ഥമായിട്ട് മരിക്കാൻ സാധിച്ചില്ല, അയാളുടെ മക്കളും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല. അപ്പോൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട്
എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.